റോഡ് ബെൻഡ് ആവരുത്, റോഡ് ബെൻഡ് ആകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കുക. പിടിച്ചിട്ട് ഈ ഇത് ലീഡറിലെ എടുത്തിട്ട് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കണം. ഇതുണ്ടോ ഈ സംഭവം ഇങ്ങനെ എടുക്കൂല്ലേ, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത സാധനം ഇതിൻ്റെ ഇപ്പുറത്തൂടെ ഇതിനെ ഇങ്ങനെ എടുക്കണം. ഇതിനെടുത്തിട്ട് നേരെയാക്കണം. കേട്ടോ, ഇപ്പുറത്തൂടെ എടുക്കണം, നേരെയാക്കണം. കേട്ടോ, ആ സംഭവം തന്നെ ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അത് തിരിച്ചും മറിച്ച് ചെയ്യണോ, അതോ ആ ഒരൊറ്റ വള്ളി തന്നെ ചെയ്യണം? മേളിൽ കൊടുക്കുക, താഴെ കൊടുക്കുക, ആ ഒരു അറ്റം തന്നെ അല്ലേ? കൊടുക്കുക, വീണ്ടും തിരിച്ച് താഴേക്ക് കൊടുക്കുക. ഇങ്ങനെ ഇത് കുറച്ച് നേരം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നേരെ ആക്കാൻ നോക്കണേ. ഇങ്ങനെ നേരെ പിടിക്കണം. ഇത് ഇപ്പുറത്തൂടെ എടുക്കുക, എടുത്തിട്ട് വലിച്ചിങ്ങനെ നേരെ ബെൻഡായിക്കോട്ടെ. ആദ്യം ബെൻഡാകരുതാ മതി. ഇങ്ങനെ ആ സംഭവം മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ എടുക്കണം. നേരെ ഇങ്ങനെ എടുക്കുക, ഇപ്പുറത്ത് കൊടുക്കുക. ഒറ്റ സാധനം വെച്ചാ പിന്നെ നിന്നേ ഉള്ളു നമ്മള്. ഇത് കഴിഞ്ഞിട്ട് ആ റോട്ട് തുമ്പരുന്ന് പിടിച്ചടാ, ഇതങ്ങ് അഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതഴിച്ച് ലൂസാക്കിയിട്ട് ഇതഴിച്ചെടുക്കണം. നമ്മളിനി ഇതഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ടുകൂടി ഇനി നമ്മൾ പിന്നണം. അതായത് ഇതുണ്ട്, ഇത് രണ്ടുകൂടെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ ഒരാൾ പിടിക്കണം. പിടിച്ചാൽ ഇതൂടെ കൂട്ടി പിടിച്ചാൽ ഇതൂടെ കൂട്ടി പിടിച്ചിട്ട് ഈ നൂലുണ്ടല്ലോ, ഈ നൂല് നേരെ അപ്പുറത്തോട്ട് ഇട്ടിട്ട് അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് ജസ്റ്റ് അപ്പുറത്തോട്ട് എടുത്തിട്ട് ഇതുണ്ടല്ലേ, ഇങ്ങോട്ട് അങ്ങോട്ട് ഇടുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഈ നൂല് തന്നെ ഇതിനകത്തോട്ട് കയറ്റണം. അകത്തോട്ട് കയറ്റിട്ട് ഇനി ലോക്കാ നമ്മൾ ചെയ്യാൻ പോണത്. അഴിഞ്ഞു പോയിരിക്കാൻ ഇവിടെ ലോക്ക് ചെയ്യണം. കണ്ടോ, ടൈറ്റ് ചെയ്യണം. ഇത് തന്നെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ ടൈറ്റ് ചെയ്യണം മുമ്പോട്ട്. ഇങ്ങനെ ഒരാൾ പിടിക്കുകയാണ് എളുപ്പമാണ് ചെയ്യാൻ. ഈ ലോക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കണം. അത് എളുപ്പാ. ഇത് FG നോട്ടെന്ന് പറയും. ഇത്രയും പണിയുണ്ട് കെട്ടുന്നതിന്. പക്ഷെ അത് കെട്ടിക്കഴിഞ്ഞാൽ അഴിയത്തില്ല അല്ലേ? വലിച്ചു പറ്റില്ല. 2 കെട്ടും അങ്ങനെ തന്നെയാ. എനിക്കത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് കിട്ടുന്നത്. ഇപ്പം ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത് കിട്ടുന്നത്. അതാണ് സംഭവം. എനിക്കതാ വിശ്വാസം. എനിക്കിതാ വിശ്വാസം. ഇങ്ങനെ കുറച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ലോക്ക് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി ഈ ബാക്കി ലീഡറില്ലേ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി സെയിം സംഭവം തന്നെ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഈ ബ്രൈഡ് ലോക്ക് ചെയ്യണം. തിരിച്ച് നമ്മൾ കുറച്ചു തന്നെ കാണിച്ച സെയിം സംഭവം തന്നെ ഇട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് ഇത് തന്നെ കെട്ടിട്ട് എന്നോട് പറയണേ. നീഡൽ ലൈൻ നമ്മൾ കട്ട് ചെയ്ത ഭാഗം തന്നെ ലോക്ക് ചെയ്ത് പോണത്. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഒരു 5-6 ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ ലീഡർ ലൈൻ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ബ്രൈഡ് കൊണ്ട് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ലീഡർ ലൈൻ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി ലോക്ക് ഇട്ടു, പിന്നെ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ആ പൊസിഷൻ തന്നെ നേരെ തന്നെ ഇത് മുകളിലോട്ടോ പോലെ തന്നെ. ഇത് കട്ട് ചെയ്യാനുള്ള, ഇത് ലോക്ക് ഇട്ട് കഴിഞ്ഞ് കട്ട് ചെയ്യും. ഇപ്പം ലോക്ക് ആവും. ലോക്കിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഇടുന്ന ഇത് ചുമ്മാ ഒരു കെട്ടിങ് ഇടുക. ഒരു കെട്ടായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം. അതായത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതേ കട്ട് ചെയ്ത് കളയാവുള്ളൂ.
ഇപ്പുറത്തെ വള്ളി കട്ടി കഴിയുന്നത്. മറ്റേത് ഇരുന്ന് മൊത്തം കെട്ടിയത് മുഴുവൻ കെട്ടിയത് കയ്യിരിക്കും. ഇവിടെ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് പോകത്തില്ല. ഇത് വലിക്കും തോറും മൃഗത്തെ ഉള്ളൂ. അത് ബ്രൈഡ് അത് ഇങ്ങനെ